ഒറിജിനൽ അപ്പി ഹിപ്പിയെ തേടിയുള്ള യാത്ര ചെന്നെത്തിയത് ഈ ഗിറ്റാറിന് മുന്നിലാണ്. അഞ്ചര പതിറ്റാണ്ട് മുൻപ് കോട്ടയം നഗരത്തിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഗിറ്റാർ വായിച്ചിരുന്ന ഒരു ഫ്രീക്കൻ ഹിപ്പിയുടെ രൂപം ടോംസിന്റെ മനസ്സിൽ പതിഞ്ഞു. ടോംസ് ആ രൂപത്തെ ക്യാൻവാസിൽ പകർത്തി. ശേഷം അപ്പി ഹിപ്പി എന്ന് പേരുമിട്ടു. ഞാൻ പിന്നെ പലയിടത്തും പരിപാടിക്ക് പോലു. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞത് ഈ പുള്ളി എന്നെ ചേസ് ചെയ്യുന്നുണ്ട്. വണ്ടിയിലായിട്ട് പോകെ നമ്മൾ കാണുന്നില്ല പുള്ളി ചേസ് ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ നീക്കങ്ങൾ, എങ്ങനെയാണ് പുള്ളി ഹൗ ഈസ് പ്രസൻറ്റിങ് ഇൻ ദി സ്റ്റേജ്, അതൊക്കെയാണ് പുള്ളി നോക്കിയത്, അല്ല വേറെ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നാളെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു ധാരണ വന്നു, ഇവനെ ഞാൻ ഫിറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഫിറ്റ് ചെയ്തതാണ് ഞാൻ. ബോബന്റെയും മോളിയുടെയും ആരാധകനായിരുന്നെങ്കിലും ഞാനാണ് അപ്പി ഹിപ്പിക്ക് കാരണക്കാരനായതെന്ന് ജേക്കബ് ഈശോ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. നീട്ടി വളർത്തിയ മുടിയായിരുന്നു ജേക്കബേട്ടന്റെ എല്ലാം. മുടി വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ജോലി ഉപേക്ഷിച്ച കഥ കൂടിയുണ്ട് ജേക്കബ് ഈശോയ്ക്ക് പറയാൻ. എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ എന്നെ ഞാൻ ഓടി നടക്കുന്ന ഫ്രീ ബേർഡാണ്. അവിടെ പിടിച്ചൊരു ക്യാമ്പസിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് ഈവൻ ഇമാജിൻ ദാറ്റ്, ചിന്തിക്കാൻ പറ്റത്തൊരു കേസ്. ടോംസ് വരച്ചിട്ട് അപ്പി ഹിപ്പി നല്ല ഒന്നാന്തരം പൂവാലനായിരുന്നെങ്കിൽ ഈ യഥാർത്ഥ അപ്പി ഹിപ്പി 5000-ലധികം ശിഷ്യഗണങ്ങളുള്ള ഗിറ്റാർ അധ്യാപകനാണ്. ബെൽബോട്ടം ബാൻഡും നീട്ടി വളർത്തിയ തലമുടിയുമായി കേരളത്തിലെ യുവാക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ടോംസ് വരച്ചിട്ടതാണ് അപ്പി ഹിപ്പിയെ. അതിന് കാരണമായത് നമ്മുടെ ഈശോ ചേട്ടനും. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.